കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 4. രചന ശാലിനി ഇ. മഹാദേവന്റെ കാതിൽ യാമിനിയുടെ വാക്കുകൾ പലയാവർത്തി അലയടിച്ചു. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഇതിന്റെ പടിയിൽ കയറി നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്നും. അയാൾക്ക് തൻ്റെ ചെവികളെ ഒത്തിപ്പിടിക്കാൻ തോന്നി. ഇതെല്ലാം കേട്ട് പിന്നിൽ നിൽക്കുന്ന മുകുന്ദൻ പിള്ള കിളി പറന്നുപോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. കാർത്തികിന് 10 വയസ്സുള്ളപ്പോഴാണ് അയാൾ മഹാദേവൻ മാസ്റ്ററുടെ മാനേജർ ആകുന്നത്. അന്നു മുതൽ കാർത്തികിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അയാളിൽ നിലനിന്നിരുന്നു. സംഗീതത്തിൽ PhD എടുത്ത ആളാണ് കാർത്തികിന്റെ അമ്മ എന്ന് മാത്രമേ അയാൾക്കറിയാവൂ. എന്നാൽ ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ നിന്നും മുന്നിൽ നിൽക്കുന്ന വ്യക്തി കാർത്തികിന്റെ അമ്മ തന്നെയെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു. പിള്ള മഹാദേവന്റെ മുഖത്തേക്ക് നോക്കി. അപമാനഭാരത്താൽ തല താഴ്ത്തി നിൽക്കുകയാണ് അയാൾ. ഉമ്മറവാതിലിൽ കലിപ്പുണ്ട് നിൽക്കുന്ന യാമിനിയുടെ നേർക്ക് പിള്ളയുടെ മിഴികൾ നീണ്ടു. നിങ്ങളുടെ ശാപം ശരിക്കും ഫലിച്ചു മിസ്റ്റർ മഹാദേവൻ. നിങ്ങളാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. ഞാൻ പുഴുത്തപ്പട്ടിയെപ്പോലെ തെരുവിൽ അലഞ്ഞു നടക്കുമെന്ന് നിങ്ങൾ പ്രവചിച്ചില്ലേ? ബ്ലഡ് ക്യാൻസറിന്റെ 4ാം സ്റ്റേജിലാണ് ഞാനിപ്പോൾ. സന്തോഷിച്ചോളൂ, ഉറക്കെ ആർമാദിച്ചോളൂ, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചോളൂ. ഇന്നുവരെ നിങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും എൻ്റെ മകളോട് പറഞ്ഞിട്ടില്ല. കാരണം അച്ഛൻ എന്നത് അവളുടെ ഒരു സ്വപ്നമാണ്. ഒരിക്കലും കാണാത്ത അച്ഛന് വേണ്ടി മാസം തോറും കത്തുകൾ എഴുതി വയ്ക്കുന്ന മകൾ. അവളുടെ മനസ്സിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരുവനാണ് അവളുടെ അച്ഛൻ. അവളുടെ ചിന്തകളെ തകർക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും അവളെ അറിയിച്ചില്ല. കാരണം അവൾ ഒരിക്കലും നിങ്ങളിലേക്ക് എത്തില്ല എന്നത് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു. ഇന്ന് ആ വിശ്വാസം തകർന്ന നിലയ്ക്ക് അവളിന്ന് സത്യം മുഴുവൻ അറിയും. ഞാൻ പറയുമെല്ലാം. അവളുടെ മനസ്സിൽ അവൾ ആകാശത്തോളം ഉയർത്തിവെച്ച അവളുടെ അച്ഛൻ അവളെ ഗർഭത്തിൽ വെച്ച് നിഷേധിച്ചവനാണെന്ന്. നിരാലംബയായി തെരുവിൽ അലഞ്ഞു തിരിയേണ്ടി വന്നാലും നിങ്ങളിലേക്ക് ഒരിക്കലും എത്തില്ല അവൾ. പുഴുത്ത പട്ടിയെപ്പോലെ അലഞ്ഞു തിരിയേണ്ടി വരും എന്ന് നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ? അത് ഞാനിപ്പോൾ തിരിച്ചു പറയുക. പുഴുത്ത പട്ടിയെപ്പോലെ വെറുക്കും നിങ്ങളെ അവൾ. കണ്ടോ? അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്ന് വാതിൽ ഉറക്കെ അടച്ചു. മുഖമടച്ചൊരടി കിട്ടിയതുപോലെ തറഞ്ഞു നിന്നുപോയി മഹാദേവൻ. തിരിച്ചു ഹോട്ടൽ റൂമിൽ എത്തുന്നത് വരെ അയാൾ ഒന്നും വേണ്ടിയില്ല. മെയ്കളടച്ച് സീറ്റിലേക്ക് ചാരി അങ്ങനെയിരുന്നു. പിള്ള മനഃപൂർവ്വം ഒന്നും ചോദിച്ചില്ല. ആ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷം അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന് അയാൾക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. താൻ വരുന്നതിന് മുമ്പ് ഒരുപാട് മാസ്റ്ററെ കുറിച്ച് പല ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ടെങ്കിലും താൻ അറിഞ്ഞിട്ടുള്ള മഹാദേവൻ മാസ്റ്റർ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ആലോചിക്കും തോറും അയാൾക്കൊരു എത്തും പിടുത്തവും കിട്ടിയില്ല. റൂമിലെത്തിയതും മഹാദേവൻ അകത്ത് കടന്ന് വാതിൽ ലോക്ക് ചെയ്തു. അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിന്നുപോയി മുകുന്ദൻ പിള്ള. പിന്നെ അയാൾ അതിനുള്ളിലെ ഓഫീസ് റൂമിലേക്ക് പോയിരുന്നു. മാനേജർ സത്യപ്രതാപന്റെ കാർ ഓഫീസ് കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് പാർക്കിംഗ് ഏരിയയിൽ പോയി നിന്നു. അയാൾ നേരെ തന്റെ ക്യാബിനിലേക്കാണ് പോയത്. കടന്നു പോകുന്ന വഴികളിൽ കാണുന്നവരെല്ലാം അയാൾക്ക് ഗുഡ് ഈവനിങ് പറയുന്നുണ്ടായിരുന്നു. തന്റെ ക്യാബിനിൽ എത്തിയ ഉടനെ അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ നിർമ്മല സുകുമാരനെ ഫോൺ ചെയ്തു വരുത്തി. പ്രതാപ്ജി നാളെയും എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇത്ര വേഗം തിരിച്ചു പോന്നതെന്തേ? നാളെ രാവിലെ 10 മണിക്ക് ബോർഡ് മീറ്റിംഗ് വെച്ച് വിവരം നീ എന്നെ ഓർമ്മപ്പെടുത്തിയില്ല? നാളെ രാവിലെ അവിടെ നിന്ന് തിരിച്ചാൽ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും 11 മണി കഴിയും. അന്നേരം എന്താവും ഇവിടുത്തെ അവസ്ഥ? അയാൾ അത് ചോദിച്ചതും നിർമ്മല തലയിൽ കൈവച്ചു പോയി. സത്യം പറഞ്ഞാൽ ബോർഡ് മീറ്റിങ്ങിന്റെ കാര്യം അങ്ങ് മറന്നുപോയി പ്രതാപ്ജി. അതിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല. നല്ല 2 മാനേജർമാരെയാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. കമ്പനി ഉന്നതിയിലേക്ക് പോകാൻ മറ്റ് എന്ത് വേണം? സുഹൃതക്ഷയം. അതും പറഞ്ഞ് അയാൾ ഉറക്കെ ചിരിച്ചു. നല്ലൊരു മാനേജറെ തന്നെയാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്, അക്കാര്യത്തിൽ തർക്കമില്ല. ഈ കമ്പനിയുടെ നെടുന്തോട് തന്നെയാണ് പ്രതാപ്ജി. അപ്പോഴും പ്രതാപ്ജി ഉറക്കെ ചിരിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഇന്ന് ജിയെ കാണാൻ ഒരു സ്ത്രീ വന്നിരുന്നു. അത്യാവശ്യമാണ്, കണ്ടേ തീരൂ എന്നെല്ലാം പറഞ്ഞു. നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. ജി ഇന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇവിടെ നിൽക്കുമായിരുന്നു. ജിയുടെ പേഴ്സണൽ നമ്പർ ചോദിച്ചു. അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ കൊടുത്തില്ല. ജി വന്നാൽ തരാൻ വേണ്ടി ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അത് ആ മഞ്ഞ ഫയലിൽ വെച്ചിട്ടുണ്ട്.
ദിവസവും അങ്ങനെ ഒത്തിരി പേർ വരുന്നതിനാൽ സത്യപ്രതാപൻ നിർമ്മലയുടെ വാക്കുകൾക്ക് അത്ര പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അതത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, നിർമ്മല വല്ല ജോലിക്കാര്യത്തിനുമാവും, ആവശ്യക്കാരാണെങ്കിൽ ഇനിയും വരും, അപ്പോൾ നോക്കാം. ഇപ്പോൾ താൻ പോയി നാളത്തെ മീറ്റിങ്ങിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. നിർമ്മല സുകുമാരൻ ക്യാബിൻ വിട്ട് പോയതിനു ശേഷം അയാൾ ഫയലുകളെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. നിർമ്മല പറഞ്ഞ മഞ്ഞച്ചട്ടയുള്ള ഫയൽ തുറന്ന് അതിനുള്ളിൽ ഇരിക്കുന്ന ലെറ്റർ എടുത്ത് അയാൾ മേശവലിപ്പിലേക്ക് വെച്ചു. ബദ്രിനാഥ് ഹോട്ടൽ മുറിയിൽ എത്തുമ്പോൾ സോഫയിൽ ഇരുന്നുറങ്ങുന്ന പിള്ളേച്ചനെയാണ് കാണുന്നത്. അവൻ അയാളെ തട്ടി വിളിച്ചു. പിള്ളേച്ച, എന്തേ തനിച്ചിരിക്കുന്നത്? അമ്മാമ്മ എന്തേ? നിങ്ങളാ പെണ്ണിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അയാൾ കണ്ണു തുറന്ന് ബദ്രിനാഥിന്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിള്ളേച്ചൻ എന്നെ ആദ്യമായിട്ട് കാണുവാണോ ഇങ്ങനെ നോക്കാൻ? ഞങ്ങൾ പോയി ബദ്രിക്കുഞ്ഞെ. വന്ന വരവ് മുറിയടച്ച് കിടക്കുന്നത് മാസ്റ്റർ. 3 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല. പിള്ളേച്ചൻ വിളിച്ചില്ലേ? ബദ്രി അടഞ്ഞ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. 3-4 വട്ടം ഞാൻ വിളിച്ചതാ കുഞ്ഞെ, ഒരു മറുപടിയുമില്ല. മനസ്സിലെ ഭാരം ഒഴിയുമ്പോൾ താനെ തുറക്കും. ഒന്നും മനസ്സിലാകാതെ ബദ്രിനാഥ് പിള്ളയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പിള്ളേച്ചൻ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അമ്മാമ്മയ്ക്ക് മനസ്സിൽ ഭാരം നിറയാൻ ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി? ഉണ്ടായത് ഇവിടെയല്ല കുഞ്ഞെ, അവിടെ നദിക്കുഞ്ഞിന്റെ വീട്ടിലാ. അവിടെ എന്താ സംഭവിച്ചത്? ആ സ്ത്രീ മകളെ വീട്ടിലെന്ന് പറഞ്ഞു കാണും. അതിനിപ്പോൾ മനസ്സിൽ ഭാരം നിറയേണ്ട കാര്യമെന്താ? അവരുടെ മകൾ അവർക്ക് വിടാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമ്മൾ എന്തിനു നിർബന്ധിക്കണം? കാര്യങ്ങൾ അതൊന്നുമല്ല കുഞ്ഞെ. എനിക്കതൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പോലും അറിയില്ല. ആരോടും പറയരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുമില്ല. കുഞ്ഞിനോട് പറഞ്ഞാലും കാർത്തി കുഞ്ഞിനോട് പറയില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ പറയില്ലച്ചാ. പിള്ള ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. ബദ്രി കുഞ്ഞെ, നദി യാമിനിയിലെ യാമിനി നദി കുഞ്ഞിന്റെ അമ്മയാണല്ലോ. ആ യാമിനിയാണ് മഹാദേവൻ മാസ്റ്ററുടെ ഭാര്യ, അതായത് കാർത്തി കുഞ്ഞിന്റെ അമ്മ. നദി മഹാദേവൻ മാസ്റ്ററുടെ മോള. കേട്ടത് വിശ്വസിക്കാനാകാതെ ബദ്രിനാഥ് അങ്ങനെ തന്നെ നിന്നു. അതോടെ താൻ കണ്ട കാര്യങ്ങളെല്ലാം അയാൾ അവനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതും തളർന്നിട്ടെന്ന പോലെ ബദ്രിനാഥ് സോഫയിലേക്ക് ഇരുന്നു. എന്നോട് പൊറുക്കണം എന്ന് അമ്മാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം മുഴുവൻ അമ്മാമ്മയുടെ പക്ഷത്താണ്. കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ പോകുമ്പോഴെല്ലാം എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന അവരെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൻ എന്നതിനേക്കാളും കൂട്ടുകാരിയുടെ മകൻ എന്ന അർത്ഥത്തിലായിരുന്നു എന്നോടുള്ള സമീപനം മുഴുവൻ. എന്നെയും കാർത്തിയെയും വേറിട്ട് കണ്ടിട്ടില്ല അവർ. എനിക്ക് ഇന്നും സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് അവരെങ്കിൽ കാർത്തിക്ക് അവരെ വളരെ വെറുപ്പായിരുന്നു. അമ്മയെന്ന് പദത്തിനോട് പോലും അവൻ അങ്ങേയറ്റം വെറുപ്പ് കാട്ടിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പിള്ളേച്ച, ഞാനും കാർത്തിയും ഒരേ ക്ലാസ്സിലായിരുന്നല്ലോ പഠിച്ചിരുന്നത്. അന്നൊക്കെ അവർ സ്കൂളിലേക്ക് മകനെ കാണാനായി വരുമായിരുന്നു. അവൻ ഒരിക്കലും അവരെ കാണാൻ സമ്മതിച്ചില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ്റെ മുന്നിലേക്ക് ഇനി അവർ വന്നു പോകരുതെന്ന് പറയാൻ എൻ്റെ അടുത്താ പറഞ്ഞയച്ചത്. ഇല്ല, ഇനി വരില്ല, തിരിച്ചും ഒരു വാക്ക് പറഞ്ഞേക്ക്. ഈ അമ്മ മരിച്ചെന്നറിഞ്ഞാൽ പോലും കാണാൻ വരരുതെന്ന്. ഞാനത് വന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എനിക്കതിന് അമ്മയില്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ പോകേണ്ടതുള്ളൂ. പിന്നീട് ഒരിക്കൽ പോലും അവനോട് ഞാനോ എന്നോട് അവനോ അമ്മയെപ്പറ്റി പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റൂമിന്റെ വാതിൽ തുറന്ന് മഹാദേവൻ മാസ്റ്റർ പുറത്തേക്ക് വന്നത്. രണ്ടുപേരുടെയും ഇരിപ്പ് കണ്ടപ്പോഴോ പിള്ളയെല്ലാം ബദ്രിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് മഹാദേവന് മനസ്സിലായി. അയാൾ ബദ്രിക്കരികിലായി വന്നിരുന്നു. എന്നാൽ അയാൾ അരികിൽ വന്നിരുന്നിട്ടും അവൻ തലയുയർത്തി നോക്കിയില്ല. മഹാദേവൻ ബദ്രിയുടെ കൈത്തണ്ടയിൽ തന്റെ കൈ ചേർത്ത് വെച്ചു. പിള്ള നിന്നോടെല്ലാം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. സത്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയാം, ഇപ്പോഴല്ല, നാളെ കമ്പനിയിലെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം. അതിനു മുമ്പ് എനിക്ക് നീ ഒരു വാക്കു തരണം. നീ അറിഞ്ഞതൊന്നും നിന്നിൽ നിന്നും കാർത്തി അറിയരുത്. എല്ലാം അറിയുന്ന നിമിഷം അവൻ എന്നെ വെറുക്കും. അവൻ്റെ അമ്മയെ അവനിൽ നിന്നും അകറ്റിയ നികൃഷ്ടജീവിയായ എന്നെ കാണും അവൻ. അവൻ എന്നെ വെറുക്കുന്ന നിമിഷം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല.
സ്വയം ജീവിതം അവസാനിപ്പിക്കും ഞാൻ. എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാത്തവനെ പോലെ തളർന്നിരുന്നു ബദ്രി. ഇന്ന് യാമിനി എല്ലാം എൻ്റെ മോളോട് പറയും. അതോടെ ഒരിക്കലും കാണാത്ത അച്ഛനെ അവളും വെറുക്കും. ബദ്രി, നീ അമ്മാമയ്ക്കൊരു ഉപകാരം ചെയ്തു തരുമോ? മരണം ഉറപ്പാക്കി കഴിയുന്നവളാണ് യാമിനി. ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നാണ് അവൾ പറയുന്നത്. ഏത് നിമിഷവും മരണപ്പെടാം എന്നവൾ തറപ്പിച്ചു പറയുന്നു. അവൾ മരിച്ചാൽ എൻ്റെ കുഞ്ഞിന് ആരുമില്ലാതെയാകും. സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരു പെൺകുട്ടി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുക? അവളെ രക്ഷിക്കുമോ നീ? നിനക്ക് പിന്നിൽ നിന്ന് എല്ലാ സഹായവും ചെയ്തു തരാം ഞാൻ. അമ്മയുടെ വാക്ക് തള്ളിക്കളയല്ല മോനെ. തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ആ മനുഷ്യനെ ബദ്രി ശില പോലെ നോക്കിയിരുന്നു. അമ്മാമയോട് എന്താണ് മറുപടി പറയുന്നത് അവൻ അറിയില്ലായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.